യെസ്, നമുക്കിനി വളരെ വേഗം കോഴിക്കോടേക്ക് പോകണം. അവിടെ ദിസ്ന തയ്യാറാണ്. ദിസ്നയ്ക്ക് ചില വാർത്തകൾ പങ്കുവെക്കുന്നതിന് മുൻപ് ചില പ്രേക്ഷകർ നമ്മുടെ പല സോഷ്യൽ മീഡിയയിലും ഒപ്പം വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചത് പമ്പ, നിലയ്ക്കൽ, ഒപ്പം എരുമേലി തുടങ്ങിയ ഭാഗങ്ങളിൽ മണിക്കൂറുകളായി വാഹനങ്ങൾ അങ്ങനെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് കൂടി പോകണം. ഭക്തരുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ കാണണമെന്ന് കഴിഞ്ഞ കുറേ സമയം നമ്മൾ ആ വാർത്തയിൽ തന്നെയായിരുന്നു. എന്തായാലും വരുന്ന ബുള്ളറ്റിനുകളിൽ നമ്മുടെ പ്രതികൾ എരുമേലിയിലും നിലയ്ക്കലും ഒക്കെയുണ്ട്. അവർ ആ വാർത്തയിലേക്ക് തന്നെ പോകും. എന്തായാലും തുടർന്നുള്ള വാർത്തകളിൽ ആ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തും. വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ട്. ആ വാർത്തകളൊക്കെ കുറച്ച് മുമ്പ് നമ്മൾ തത്സമയം പങ്കുവച്ചതാണ്. സന്നിധാനത്ത് നിന്ന് വിശദ വിവരങ്ങളും ഒപ്പം അരുൺ കുടുങ്ങൂരൊക്കെ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. എന്തായാലും വരുന്ന ബുള്ളറ്റിനുകളിൽ ആ വിഷയങ്ങളിലേക്ക് കൂടി പോകുമെന്ന് കൂടി പറയുന്നു. മനോജ് എന്നൊരു പ്രേക്ഷകരാണ് അത്തരത്തിലുള്ള. അദ്ദേഹം ഇപ്പോൾ KSRTC ബസ്സിലാണുള്ളത്. 3 മണിക്കൂറായി എരുമേലിയിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിട്ടിട്ട് KSRTC ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. വലിയ തിരക്ക് സന്നിധാനം നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് പക്ഷേ അത്തരത്തിൽ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന വാർത്തകളിലേക്ക് മുൻപ് സൂചിപ്പിച്ച പോലെ വരുന്ന ബുള്ളറ്റിനുകളിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കാം. ഇപ്പോൾ നമുക്ക് വളരെ വേഗം ഒന്ന് കോഴിക്കോടേക്ക് പോകണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. ശസ്ത്രക്രിയയിൽ 6ാം ക്ലാസ്സുകാരൻ്റെ വിരലുകളുടെ ചലനശേഷി നഷ്ടമായെന്നാണ് പരാതി. കൂടാതെ ലക്ഷങ്ങൾ ചിലവഴിച്ച് ചാത്തമംഗലത്ത് സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിച്ചെങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. 3 നില കയറി വേണം ഈ ഓഫീസിലെത്താൻ. ഇതുമൂലം സാധാരണക്കാരും പ്രായമായവരും ഏറെ ബുദ്ധിമുട്ടുകയാണ്. ദിസ്ന, ഈ ആരോഗ്യ മേഖല തന്നെയാണ് മലബാർ മേഖലയിൽ വലിയ പ്രതിസന്ധിയാകുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജും കോഴിക്കോട് വിവിധ സർക്കാർ ആശുപത്രികളുമൊക്കെ എപ്പോഴും ഇങ്ങനെ വിവാദങ്ങളിലും വാർത്തകളിലും ഒക്കെ നിറയുകയാണ്. നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖല എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവകാശപ്പെടുന്നത്. എന്താണ് നിലവിൽ ഈ 6 വയസ്സുകാരൻ്റെ കൈക്ക് എന്താണ് പറ്റിയത്? എന്താണ് ബന്ധുക്കൾ നൽകുന്ന വിവരം? അപ്പോൾ ആശുപത്രി അധികൃതരുടെ പ്രതികരണം ഏത് തരത്തിലാണ് വന്നിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ഒരു ചികിത്സാ പിഴവ് എന്നൊരു ആരോപണം ഉയർന്നു വന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതും 6 വയസ്സുകാരന്റെ കൈവിരലുകളുടെ ചലനശേഷി നഷ്ടമായി എന്നൊരു വാർത്തയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളാണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെതിരെ ഈ ഒരു ചികിത്സാ പിഴവിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുടുംബം. ഇക്കഴിഞ്ഞ മെയ് 22-നാണ് ഇത്തരത്തിൽ കോഴിക്കോട് പെരുമണ്ണ, വെള്ളായിക്കോട്, മഞ്ഞപ്പാറമൽ റിസാബ് ഹസ്ന ദമ്പതികളുടെ മകനായ മുഹമ്മദ് ഇർഫാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയുടെ കൈമുട്ടിനു താഴെ പൊള്ളലേറ്റതുപോലെ ഉള്ള ഒരു പാട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് കൈവിരലുകൾ ചലിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയും കൈയുടെ ചലനശേഷി നഷ്ടമാവുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൈയുടെ ഞരമ്പുകളുടെ രക്തയോട്ടം നിലച്ച് കൈയുടെ ചലനശേഷി നഷ്ടമായതായാണ് തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിൽ അറിയാൻ സാധിച്ചത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അധികൃതരെ പലതവണ ഇവർ സമീപിച്ചെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് പരിഹാസപൂർണമായൊരു മറുപടിയാണ് ലഭ്യമായതെന്നാണ് ജനൻ ടിവിയോട് മാതാപിതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും തുടർന്ന് കുട്ടിയുടെ കൈവിരലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയായിരുന്നു. കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഫുട്ബോൾ അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ മിടുക്കനായൊരു കുട്ടിയാണ്. ഈ കുട്ടിക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൈവിരലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിനെതിരെ നിയമ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാതാപിതാക്കൾ. നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആരോപണങ്ങളാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലായി ഒക്കെ തന്നെയും ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഹർഷിനിയുടെ അടക്കമുള്ള നിരവധി സംഭവ വികാസങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്ന ഒരു സംഭവം ഉണ്ടായത്. തുടർന്ന് നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് നീതി തേടിയുള്ള നിരവധി പോരാട്ടങ്ങൾ ഹർഷിന നടത്തി. എന്നിട്ടും ഹർഷിനയ്ക്ക് ലഭ്യമായ നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇന്നലെയാണ് പ്രതികളെ അടക്കം പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഇക്കഴിഞ്ഞ ദിവസമാണ് സർക്കാർ നൽകി. എന്നാൽ തനിക്ക് ആവശ്യമായ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹർഷിന ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന വാർത്തയൊക്കെ തന്നെയും നമ്മൾ മാധ്യമങ്ങളിലൂടെ തന്നെയും ചർച്ച ചെയ്തതാണ്. ഇതിപ്പോൾ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് എന്നൊരു ആരോപണം ഉയർന്നിരിക്കുകയാണ്. 6ാം ക്ലാസ്സുകാരന്റെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു ഏത് സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയയിലേക്ക് പോയത്? കുട്ടിയുടെ കൈക്ക് എന്താണ് പരുക്ക് പറ്റിയത്? എങ്ങനെയാണ് ശസ്ത്രക്രിയയിലേക്ക് എത്തിയതൊപ്പം ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? സ്വകാര്യ ആശുപത്രിയിലോ മറ്റവർ സമീപിച്ചിട്ടുണ്ടോ? എന്താണ് പറ്റിയെന്ന വിശദാംശങ്ങൾ ഇവർക്ക് മാതാപിതാക്കൾക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ?
പ്രധാനമായും കുട്ടി വലത് കൈയിൽ ഒരു വീക്കം ഉണ്ടായിരുന്നു. ഈ വീക്കം മാറ്റുവാനാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിധേയമാകുന്നത്. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയുടെ കൈമുട്ടിന്റെ ഭാഗങ്ങളിൽ പൊള്ളിയതുപോലെയുള്ളൊരു പാട്, ചുവന്നു തൊടുത്ത ഒരു പാട് അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കളിലെ രക്തയോട്ടം നിലച്ച് കൈവിരലുകളുടെ ചലനശേഷി നഷ്ടമായതായി അറിയപ്പെടുന്നത്. ഇപ്പോൾ പൂർണ്ണമായും വലത് കൈയുടെ ചലനശേഷി കുട്ടിക്ക് നഷ്ടമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. പല സ്ഥലങ്ങളിൽ ഇവർ കുട്ടിയെ കൊണ്ടുപോയി. പക്ഷേ ഇനി കുട്ടിയുടെ ചലനശേഷി തിരികെ കിട്ടുമോ എന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമില്ല എന്നൊരു കാര്യമാണ് മാതാപിതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും മാതാപിതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് പെട്ടെന്ന് കുട്ടിയുടെ ചലനശേഷി നഷ്ടമാവുന്നു. ഇത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മിടുക്കനായ ഒരു കുട്ടിയാണ്. പഠനങ്ങളിലൊക്കെ തന്നെയും അവൻ വളരെ മിടുക്കനായിരുന്നു. പഠനങ്ങളിൽ സ്പോർട്സ്, കായിക മേഖലകളിലാകട്ടെ അവൻ വളരെ ഒരു കുട്ടിയായിരുന്നു. ഈ കുട്ടിക്ക് പെട്ടെന്ന് ചലനശേഷി, ഇത്തരത്തിൽ ചികിത്സാ പിഴവ് മൂലം ഈ ഒരു ചലനശേഷി നഷ്ടമാവുന്ന സാഹചര്യത്തിൽ ആ കുട്ടിയെ മാനസികമായി ഇത് തളർത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ കളക്ടർക്കും മന്ത്രിമാർക്കും അടക്കം പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവർ കളക്ടറെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മന്ത്രിമാരെ സമീപിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ മാതാപിതാക്കൾ. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചികിത്സാ പിഴവ് എന്നൊരു ആരോപണം ഉയർന്നു. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികളുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മെഡിക്കൽ കോളേജ് നൽകുന്ന ഒരു ഔദ്യോഗിക വിശദീകരണം എന്താണ് സംഭവിച്ചതെന്ന് പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നൊരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പക്ഷേ പരാതി ഉയർന്നു വരുന്ന സാഹചര്യത്തിലായിരിക്കാം ഒരു വിശദീകരണത്തിന് അധികൃതർ തയ്യാറാവുന്നത്. കുട്ടിയുടെ അമ്മയടക്കം നമ്മളോട് പ്രതികരിച്ചതിൽ പറയുന്നത് ഇത്തരത്തിൽ അവർ മെഡിക്കൽ കോളേജിൽ നിന്നും സംഭവിച്ച ഒരു പിഴവാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാരടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അവർക്ക് ഉണ്ടായത് എന്നൊരു ആരോപണമാണ് കുട്ടിയുടെ മാതാവടക്കം ജനം ടിവിയോട് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവില്ല, ഇതിനെ ന്യായീകരിക്കുവാനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്നൊരു കാര്യമാണ് മാതാപിതാക്കളടക്കം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോകുവാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഒരു വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഉമേഷ്, യെസ്, എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എപ്പോഴും ഇങ്ങനെ വിവാദങ്ങളിൽ സഞ്ചരിക്കുകയാണ്. ചികിത്സാ പിഴവ് എന്നത് ഒരു ആശുപത്രിയെ സംബന്ധിച്ച് അതിൻ്റെ നിലവാരം അളക്കുന്ന അളവുകോലായി മാറുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ കുറേ നാളുകളായി, മെഡിക്കൽ കോളേജ് മാത്രമല്ല മലബാർ മേഖലയിലെ പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രികളൊക്കെ നിരവധി ഇത്തരം വീഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് കേരളം എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നതൊക്കെ വലിയ ചോദ്യമായി ആക്ഷേപമായൊക്കെ ഉയരുകയാണ്. അപ്പം